ഹായ്, ഞാൻ ഷൗലത്തിക്കാടൻ. ഞാൻ ആസ്ര ഷാവുൽ. രുചി എക്സ്പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ 20K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല, നിങ്ങളോട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ തുടർന്ന് ഞങ്ങൾ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോസ് ഒക്കെ കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായും എല്ലാവരോടും ഹൃദ്യമായ നന്ദി. പിന്നെ അതിന്റെ ഭാഗമായിട്ടൊരു കേക്ക് മുറിയൊക്കെ ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേക്ക് ഞാൻ ആദ്യമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ജീവിതത്തിൽ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇതിൽ നന്നായിട്ട് നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അതിന്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല. പക്ഷെ ഒരു സന്തോഷം, നമ്മുടെ ഒരു സന്തോഷം 20K എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ ചെറിയൊരു കേക്ക് മുറിയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു ചെറിയ ഫുഡൊക്കെ, നമ്മുടെ വീട്ടിലല്ല, താത്താടെ വീട്ടിലാണ്. കേക്ക് ഞാൻ തലേദിവസം തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന സമയത്താണ് നമ്മൾ ബോക്സിലോട്ട് മാറ്റിയത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നെങ്കിൽ രുചി എക്സ്പ്രസ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്നും കൂടെ പ്രസ് ചെയ്യണം കേട്ടോ. ഞങ്ങള് പോട്ടൂര് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ താത്താന്റെ വീട്ടിലേക്ക്. കേക്ക് കൊണ്ട് കൂടെ ആണല്ലേ, ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു കേക്കാണ്. പിന്നെ ബാക്കിലതാ റിച്ചു ഉണ്ട്. റിച്ചു ഒരു ഹായ് പറയ്. ഇനു അതാ. ഇനോ ഹായ് പറഞ്ഞു. ഹായ് പറയ്. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് പറയാട്ടാ. ഇനി ഞങ്ങൾ കുറച്ച് വ്ളോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മള് എത്താനായിട്ട് താത്താടെ വീട്ടില് ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ എത്ര കിലോമീറ്റർ ഉണ്ടാവുക? ഏകദേശം ഒരു 10 ഉള്ളൂ. 10 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ കേട്ടോ. അത്ര അടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല. അപ്പൊ നമ്മളിവിടെ എത്തി. ആനക്കര എന്നൊക്കെ പറയും, പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. ആനക്കര പോട്ടൂര് എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് കേട്ടോ താത്താടെ വീട്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടും അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും മാത്രമല്ല നമ്മുടെ സെലിബ്രേഷന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. വീടിന്റെ ഒരു സൈഡിൽ നിന്നാണ് എടുത്തുള്ളത്. ഇവിടെ നിറയെ ചെടികളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഫുൾ ചെടികളാണ്. താഴേക്ക് നോക്കി നടന്നു. ഇത് കണ്ടോ നിങ്ങള്? ഹാങ് ചെയ്തിട്ട് കൊറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടാത്ത ചെയ്താണ് കേട്ടോ. അപ്പൊ കണ്ട, ഇവിടുത്തെ ചെടികളിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഹാങ്ങിങ് ചെടികളാണ്. നല്ല ഭംഗിയില്ല കാണാന്. അപ്പൊ എനിക്കിതൊക്കെ കാണാനുള്ള താല്പര്യം മാത്രമേ ഉള്ളതൊന്നും ഞാൻ ചെയ്യാറില്ല. നമ്മുടെ വീട്ടില് ചെടികളൊക്കെ കുറവാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മളും വീട്ടിലൊക്കെ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നോക്കി വെക്കണ്ട, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള്. അതിലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇതൊക്കെ വെള്ളത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇൻഡോറിൽ വെക്കുന്നതാണ്. അപ്പൊ ഇത് പുറത്തും വെക്കാന്നുള്ള രീതിയിൽ വെള്ളത്തിലാക്കിയിട്ടോ വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇത് കണ്ടോ, ഇത് എന്തായിട്ടാ ചെയ്യണമെന്നറിയോ? നമ്മൾ ഈ തെങ്ങിന്റെ തടിയില്ലേ, അതില് പെയിന്റ് ഒക്കെ ചെയ്തിട്ട് അതിലതൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതേതൊരു ഐഡിയ, ഇങ്ങനെ എന്താ പറയാ, കലല്ലേ, നമ്മള് മൺകലം, അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കിടത്തി വെച്ച പോലെ ചെയ്തിട്ട് പുല്ല് പിടിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോ ഇത് അടുക്കളയുടെ സൈഡിലാട്ടോ. അപ്പൊ ചെറിയൊരു കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. കണ്ട, ഒരു കുമ്പിളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചെറുതാണ്, കണ്ടില്ലേ? ഇനി കേക്ക് കട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പം ഞാൻ കേക്ക് ഫ്രിഡ്ജിലിരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോഴേക്കും കുട്ടികളൊക്കെ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനുവിന് ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അവളെന്തോ ഒരു വാശി പിടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അതിന് വേണം അമ്മ ഭയങ്കര ഇൻട്രസ്റ്റിൽ. താത്താടെ മോളാണ് കേട്ടോ. അവൾക്ക് കേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ ഹായ് ഹായ് എന്നൊക്കെ പറയാൻ തുടങ്ങിയിരുന്നു. പിന്നെ കേക്കിൽ പേരൊക്കെ എഴുതിയിട്ടുള്ളത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ടൈം അല്ലേ, അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അതൊക്കെ പഠിക്കണം. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു. ലിയയുടെ 2 കസിൻസും കൂടെ ഉണ്ട് കേട്ടോ. ആ 2 കുട്ടികളാണ് അവർ, സെലിനയും സിനാനും. പിന്നെ കേക്ക് കഴിച്ചപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്, ഫസ്റ്റ് ടൈം ആണെങ്കിലും കേക്ക് ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ
കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ അതിനോട്ട് വല്ലാണ്ട് അങ്ങോട്ട് നോക്കാത്ത കാരണം ഇതുവരെ ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല. പിന്നെ ഈ സന്തോഷ നിമിഷത്തിൽ ഒന്ന് ബേക്ക് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ചെയ്തു നോക്കിയതാണ്. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ സക്സസ് ആയി. പിന്നെ എന്താ പറയുക, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ഒരു ഇരട്ടി സന്തോഷമല്ലേ നമ്മൾ ഈ ഒരു സുന്ദര നിമിഷത്തിൽ സ്വന്തമായി ബേക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാന്നൊക്കെ പറയണത്. ഇതാത്ത നമുക്ക് വേണ്ടിയിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നമുക്ക് കാണാം. തതാടെ സ്റ്റൈൽ ബിരിയാണി കേട്ടോ. അപ്പൊ നമുക്ക് ദമ്മൊക്കെ തുറന്നു നോക്കാം. കൊള്ളാം. അപ്പൊ ഇതാണ് കേട്ടോ ബിരിയാണി. അപ്പൊ നമുക്കിത് മിക്സ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പൊ തന്നെ മിക്സ് ചെയ്യട്ടെ, അതല്ലേ നല്ലത്. അപ്പൊ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായം പറയാം കേട്ടാ. അപ്പൊ നമ്മളിത് ഫസ്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വൈറ്റ് റൈസ് ഉണ്ട് മാറ്റി വെക്കാന്ന് ചോദിക്കേണ്ട. അവർക്ക് എരിവൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് മാത്രം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ അവർക്കുള്ള ചിക്കൻ പീസും കൂടെ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് താത്താടെ സ്റ്റൈൽ ബിരിയാണിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ റെസിപ്പി നമുക്ക് കാണിക്കാൻ പറ്റിയില്ല, നമ്മളിവിടെ എത്തിയപ്പോ കുറച്ച് ലേറ്റ് ആയി. അപ്പോഴേക്കും ദമ്മിടാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ റെസിപ്പി ഇൻഷാ അല്ലാ വേറൊരു ദിവസം കാണിക്കാം. അപ്പൊ ഇതാണ് ബിരിയാണി കേട്ടോ. അപ്പോൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാ പ്ലേറ്റിലോട്ടും സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതേ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് പോവാണ്. സത്യം പറയാലോ നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഔട്ട്ഡോറൊക്കെ ഷൂട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കുമ്പോൾ അഭിപ്രായമൊക്കെ പറയാം കേട്ടോ. അടിപൊളി. കിടിലം ബിരിയാണിയാണ്. ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ലിയമോൾ ഒരു പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞു. സ്കൂൾ തലത്തിലൊക്കെ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നതാണ്, സമ്മാനങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു പാട്ട് ലിയമോള് നിങ്ങൾക്ക് വേണ്ടി പാടും. सबने बताया रास्ता दिखाया फिर भी अंधेरा रहा मैं सुना मैंने इल्लल्लाह. അടിപൊളിയായി പാടി. उठा चल दिया. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് രുചി എക്സ്പ്രസിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.